ഹായ് ഫ്രണ്ട്സ്, PluleTech എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PPRC പൈപ്പ് വെൽഡിംഗ് ചെയ്യുന്ന മെഷീനും അതുപോലെ തന്നെ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് PPRC പൈപ്പ് എങ്ങനെ വെൽഡ് ചെയ്തെടുക്കാം എന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. PPRC പൈപ്പ് ഉപയോഗിച്ച് പ്ലംബിംഗ് വർക്ക് എടുത്താൽ ലീക്ക് പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഗം ഉപയോഗിച്ചല്ല ഇത് നമ്മൾ ഒട്ടിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് വെൽഡിംഗ് മെഷീൻ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ വെൽഡിംഗ് മെഷീൻ്റെ ബോക്സ്. ഇനി നമുക്ക് വെൽഡിംഗ് മെഷീൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോക്സിൽ കാണുന്നതാണ് നമ്മുടെ PPRC പൈപ്പ് വെൽഡ് ചെയ്യുന്ന വെൽഡിംഗ് മെഷീൻ. ഇതിൽ നമുക്ക് ഒരുപാട് വെൽഡിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡൈകളും നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു സ്പിഡ് ലെവലും നമുക്ക് കമ്പനി ഇതിന് തന്നിട്ടുണ്ട്. ഇനി വെൽഡിംഗ് മെഷീൻ നമുക്കൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് വെൽഡിംഗ് മെഷീൻ വെക്കാനുള്ള സ്റ്റാൻഡ്. ഈ മെഷീനിൻ്റെ നെയിം പ്ലേറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് പൈപ്പ് വെൽഡിംഗ് മെഷീൻ എന്നാണ്. വെൽഡിംഗ് മെഷീനിൻ്റെ ഒരു ഭാഗത്ത് നെയിം പ്ലേറ്റും മറു സൈഡിൽ അതിൻ്റെ ഹീറ്റിംഗ് അഡ്ജസ്റ്റബിൾ നോബുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം 50 ഡിഗ്രി മുതൽ 300 ഡിഗ്രി വരെ ഈ മെഷീൻ ഹീറ്റാക്കാൻ കഴിയുന്ന അഡ്ജസ്റ്റബിൾ സ്വിച്ചാണ് അത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് 2 സ്വിച്ചും അതുപോലെ തന്നെ 2 ഇൻഡിക്കേറ്ററും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഈ കാണുന്നതാണ് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡൈ. 1/2 ഇഞ്ച് മുതൽ 2 ഇഞ്ച് വരെയുള്ള ഡൈകൾ ഈ ബോക്സിൽ നിങ്ങൾക്ക് കാണാം. ഏത് രീതിയിലുള്ള പൈപ്പും നമുക്ക് വെൽഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ കാണുന്നതാണ് ഡൈ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലങ്കി ഉപയോഗിച്ച് നമുക്ക് ഡൈ ഒന്ന് മെഷീനിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഈ ഡൈ മെയിലും ഫീമെയിലും രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഭാഗത്ത് പൈപ്പും മറ്റേ ഭാഗത്ത് ഫിറ്റിങ്സും ഹീറ്റാക്കാനാണ് ഇതുപോലെ ഡൈ ഉപയോഗിക്കുന്നത്. ഈ ഡൈ ആണ് നമ്മൾ പൈപ്പ് ഹീറ്റാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ഡൈ ഫിറ്റിങ്സ് ഹീറ്റാക്കുവാനും. ഇത് നല്ലവണ്ണം എല്ലങ്കി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യണം. ഒരേ സമയം 2 ഡൈകൾ നമുക്ക് ഈ മെഷീനിൽ ഘടിപ്പിക്കാം. ചെറിയ ഡൈ ആണെങ്കിൽ 3 ഡൈ വരെ നമുക്ക് ഈ മെഷീനിൽ ഘടിപ്പിക്കാൻ സൗകര്യമുണ്ട്. PPRC പൈപ്പ് ഉപയോഗിച്ച് പ്ലംബിംഗ് വർക്ക് ചെയ്താൽ നമുക്ക് മെയിൻ്റനൻസ് എളുപ്പമാണ്. പക്ഷേ വർക്ക് എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രയാസമുള്ള ഒരു പൈപ്പാണ് PPRC പൈപ്പ്. അത്യാവശ്യം ഹീറ്റുള്ള മെഷീൻ ആയതുകൊണ്ട് തന്നെ അപകട സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ബാത്റൂമിൻ്റെ ഉൾഭാഗത്തൊക്കെ PPRC പൈപ്പ് ഉപയോഗിച്ച് വെൽഡ് ചെയ്യാൻ
അത്യാവശ്യം റിസ്ക് തന്നെയാണ് സാധാരണ പൈപ്പിനെ അപേക്ഷിച്ച്. മെയിൻ്റനൻസ് കുറവായിരിക്കും. പൈപ്പിൽ ആണിയോ മറ്റോ ഹോളായാലും നമുക്ക് വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ആ ഹോള് അടച്ച് ലീക്കിനെ മാറ്റാൻ സാധിക്കും. ഇതൊക്കെയാണ് PPRC പൈപ്പിൻ്റെ പ്രത്യേകതകൾ. PPRCയിൽ വരുന്ന വാൽവ് ഐറ്റംസുകൾ എടുക്കുമ്പോൾ കഴിവിൻ്റെ പരമാവധി ഡബിൾ യൂണിയൻ വാൽവ് തന്നെ എടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഫൈബർ പാർട്ടുള്ള ഹാൻഡിൽ ഏത് സമയത്തും ദ്രവിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ് PPRC പൈപ്പ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടർ. വളരെ എളുപ്പത്തിൽ തന്നെ ഈ കട്ടർ ഉപയോഗിച്ച് PPRC പൈപ്പിനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. റബ്ബർ പോലുള്ള പൈപ്പ് ആയതുകൊണ്ട് ഈ കട്ടർ തന്നെ വേണം PPRC പൈപ്പ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ബ്ലേഡോ മറ്റോ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇനി നമുക്ക് വെൽഡിംഗ് മെഷീൻ കണക്ഷൻ കൊടുത്തു നോക്കാം. ഇപ്പോൾ നമ്മൾ വെൽഡിംഗ് മെഷീൻ കണക്ഷൻ കൊടുത്തു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഒരു ഇൻഡിക്കേറ്റർ കത്തിക്കിടക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത സ്വിച്ച് ഇടുമ്പോൾ അടുത്ത ഇൻഡിക്കേറ്ററും കത്തും. ഇനി മുകളിലുള്ള ഒരു ഇൻഡിക്കേറ്റർ ഓഫായി കിടക്കുന്നത് കാണാം. അത് വെൽഡിംഗ് മെഷീൻ ഹീറ്റായി കഴിഞ്ഞാൽ അത് തെളിയുന്നതായിരിക്കും. ഇതാണ് മെഷീനിൽ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ്. 50 മുതൽ 300 ഡിഗ്രി വരെ നമുക്ക് ഹീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റാൻഡിൽ തന്നെ ഈ മെഷീനെ വെക്കുക. എന്നാൽ മറിഞ്ഞു വീഴാതെ ഇരിക്കാൻ സഹായിക്കും. വെൽഡിംഗ് മെഷീൻ ഹീറ്റാകുന്ന സമയത്തിനിടയ്ക്ക് നമുക്ക് PPRC പൈപ്പിനെയും ഫിറ്റിങ്സിനെയും പരിചയപ്പെടാം. നോർമൽ പൈപ്പ് ആൻഡ് ഫിറ്റിങ്സിനെ പോലെ തന്നെ PPRC പൈപ്പ് ആൻഡ് ഫിറ്റിങ്സിലും എല്ലാവിധ ഫിറ്റിങ്സുകളും കിട്ടുന്നതാണ്. ഇതാണ് PPRC പൈപ്പുകൾ. PPRC പൈപ്പും ഫിറ്റിങ്സും നമ്മൾ വെൽഡിങ് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു നിലക്കും തിരിച്ച് ഊരാൻ നമുക്ക് സാധിക്കുന്നതല്ല. അഥവാ ഊരിയാൽ തന്നെ രണ്ടാമത് നമുക്ക് വെൽഡ് ചെയ്ത് എടുത്താൽ ലീക്ക് വരാനും ചാൻസ് കൂടുതലാണ്. PPRC പൈപ്പ് ആൻഡ് ഫിറ്റിങ്സ് ഉപയോഗിച്ച് നമ്മൾ ഒരു വീടിൻ്റെ മൊത്തം വർക്കുകളും ചെയ്ത ഒരു വീഡിയോ ഇതിൻ്റെ മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോ കാണാവുന്നതാണ്. നോർമൽ പൈപ്പ് ഫിറ്റിങ്സിനെ പോലെ തന്നെയാണ് PPRC പൈപ്പ് ആൻഡ് ഫിറ്റിങ്സും. എൽബോ, ബെൻഡ്, 45, അതുപോലെ തന്നെ റെഡ്യൂസർ, BTMTA ഇതുപോലുള്ള എല്ലാ ഫിറ്റിങ്സുകളും PPRC പൈപ്പിലും നമുക്ക് കിട്ടും. പോയിൻ്റ് എൽബോ, അതുപോലെ തന്നെ BTMTA, എൻഡ് പ്ലഗ് ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ PPRC പൈപ്പിലും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ്. PPRC പൈപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ക്ലാമ്പ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാമ്പാണ് PPRC പൈപ്പിൻ്റെ ക്ലാമ്പ് ചുമരിൽ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ തന്നെ പൈപ്പ് വളരെ കറക്റ്റായി നിൽക്കുന്നതായിരിക്കും.
ഇതാണ് BT-MTA. അഡാപ്റ്ററായും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് BT-MTA. ഇത് എല്ലാ സൈസിലും നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇത് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ച ഒരു ഫിറ്റിങ്സും പൈപ്പുമാണ്. PPRC പൈപ്പ് വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു ഊരാൻ സാധിക്കുന്നതല്ല. ആ ഫിറ്റിങ്സ് നമ്മൾ ഒഴിവാക്കേണ്ടി വരും. അല്ലെങ്കിൽ കട്ട് ചെയ്ത് കപ്ലർ ഉപയോഗിച്ച് ജോയിൻ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വെൽഡിംഗ് മെഷീൻ ഹീറ്റായിട്ടുണ്ട്. നമുക്ക് ഒന്ന് വെൽഡ് ചെയ്ത് നോക്കാം. ഒരു ഭാഗത്ത് പൈപ്പും മറ്റേ ഭാഗത്ത് ഫിറ്റിങ്സും ഉപയോഗിച്ചാണ് നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റായി രണ്ടും ലെവലായിട്ട് പിടിച്ചതിന് ശേഷം അത്യാവശ്യം ഹീറ്റായതിനു ശേഷം എടുക്കുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, എൽബോ ഡൈൻ്റെ ഉള്ളിലേക്ക് കയറി, അതുപോലെ തന്നെ പൈപ്പും ഡൈൻ്റെ ഉള്ളിലേക്ക് കയറി. ഇനി നമുക്ക് തിരിച്ചു ഊരി നോക്കാം. ഫിറ്റിങ്സും പൈപ്പും കറക്റ്റായി ഡൈയിലേക്ക് കയറിയതിന് ശേഷമാണ് നമ്മൾ ഡൈയിൽ നിന്നും ഫിറ്റിങ്സും പൈപ്പും ഊരിയെടുക്കേണ്ടത്. എന്നതിന് ശേഷം വൈകാതെ തന്നെ നേരെ കറക്റ്റായി ഒട്ടിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. പൈപ്പും ഫിറ്റിങ്സും ഡൈയിലേക്ക് ഇടുന്നതിന് മുമ്പ് എല്ലെങ്കിൽ ഉപയോഗിച്ച് നല്ലോണം ടൈറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അത് ഊരിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ പൈപ്പും ഫിറ്റിങ്സും ഒന്ന് ഒട്ടിച്ച് നോക്കാം. ഇത് കറക്റ്റായി കയറി കഴിഞ്ഞു, ഒരേ ലെവലിൽ. ഇനി നമുക്ക് ഇത് തിരിച്ചു ഊരണം എന്ന് വിചാരിച്ചാൽ ഊരാൻ സാധിക്കില്ല. അപ്പോഴേക്കും എൽബോയും പൈപ്പും തമ്മിൽ ഒട്ടിക്കഴിഞ്ഞു. കറക്റ്റ് പൈപ്പും ഫിറ്റിങ്സും യോജിച്ചാണ് ഇത് നിൽക്കുന്നത്. ഇത് തിരിച്ച് നമുക്ക് ക്രോസ് രൂപത്തിൽ കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് പൈപ്പും ഫിറ്റിങ്സും തമ്മിലുള്ള യോജിച്ചത് എന്ന്. ഒരു നിലക്കും ഊരാൻ സാധിക്കില്ല ഒട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഇനി നമുക്ക് കട്ട് മെഷീൻ ഉപയോഗിച്ച് ക്രോസായി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മുടെ ഫിറ്റിങ്സ് ഒട്ടിയത് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നോക്കി കാണാവുന്നതാണ്. വളരെ വൃത്തിയായി തന്നെ നമുക്ക് ഈ പൈപ്പും ഫിറ്റിങ്സും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. നിങ്ങൾക്ക് ആ ജോയിൻ്റായ രൂപം മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് PPRC പൈപ്പിൻ്റെ പ്രത്യേകത. കറക്റ്റായി എൽബോയും പൈപ്പും തമ്മിൽ കറക്റ്റായി യോജിക്കും. അതുകൊണ്ട് തന്നെ ലീക്കിൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ല.
ഇതാണ് PPRC പൈപ്പിൻ്റെ ക്ലാമ്പ്. ഈ ക്ലാമ്പിൻ്റെ സെൻറ്റർ ഭാഗത്ത് സ്ക്രൂ ചെയ്തതിന് ശേഷം നമുക്ക് പൈപ്പ് നേരെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ക്ലാമ്പ് പൊട്ടിപ്പോവുകയോ ഒന്നുമില്ല. കറക്റ്റ് PPRC ക്ലാമ്പ് തന്നെയാണ് അവർ ക്ലാമ്പായും ഉപയോഗിച്ചത്. ഈ ക്ലാമ്പ് ഉപയോഗിച്ച് PPRC പൈപ്പ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് സമയത്തും റിട്ടേൺ ഊരുവാനും വെക്കുവാനും നമുക്ക് കഴിയും. ഇതാണ് PPRC എൻഡ് പ്ലഗ്, അതുപോലെ തന്നെ മുക്കാൽ കര പോയിൻ്റ് എൽബോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. PPRC പൈപ്പ് ഉപയോഗിച്ച് പ്ലംബിംഗ് വർക്ക് ചെയ്യാൻ ഗമ്മിൻ്റെ ആവശ്യമില്ല. ഈ വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് ഇത് ഒട്ടിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള പൈപ്പ് തന്നെ PPRC പൈപ്പിൽ നമുക്ക് ലഭിക്കുന്നതാണ്. സാധാ PVC പൈപ്പ് ഉപയോഗിച്ച് പ്ലംബിംഗ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചുടുവെള്ളത്തിനായി നമ്മൾ എടുക്കുന്നത് CPVC പൈപ്പായിരിക്കും. പക്ഷേ PPRC ആണെങ്കിൽ എല്ലാത്തിനും PPRC തന്നെ മതി. ഗേജ് ഒന്ന് മാറ്റം വരുത്തിയാൽ മതിയാകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.